Good evening, all. Question is on the number of distinct eigenvalues of the matrix A2233 011 0033 002. The answer on the 2. Now, 4 answer on 2 answer on 3. 3 answer on okay. Okay, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഏഗൻ വാല്യൂസ് ഏത് ഫോമിലാണ്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഫോമിലാണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് ഓൾവേസ് എന്തായിരിക്കും? ഡയഗണൽ എലമെന്റ്സ് തന്നെ ആയിരിക്കും. ദെർഫോർ ഇവിടുത്തെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? λ1, λ2, λ3 ഈക്വൽ ടു 2, 1, 3, 2 ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ 4 ഏഗൻ വാല്യൂസ് ഉണ്ട്. പക്ഷെ ക്വസ്റ്റ്യനിൽ ഒരു വേർഡ് ഉണ്ട്. എന്താണ് ആ വേർഡ്? ഡിസ്റ്റിങ്ക്ട് എന്നുണ്ട്. ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, യുണീക്ക് ആയിരിക്കണം. എത്ര യുണീക്ക് ഐഗൻ വാല്യൂസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടു ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദെർഫോർ 2ന് ഒരു പ്രാവശ്യം കൗണ്ട് ചെയ്താൽ മതി. 2, 1, 3 ആയിരിക്കും ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂ. ദെർഫോർ ആൻസർ എന്തായിരിക്കും? ആൻസർ 3 ആയിരിക്കും. സെയിം ക്വസ്റ്റ്യൻസ്, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാല് ഈ വേർഡ് ഓർത്തിരിക്കുക. സെയിം ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞ് ചോദിച്ചാല് ഒരിക്കലും തെറ്റിപ്പോകരുത്. ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യുണീക്ക് വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെർഫോർ ഇവിടെ യുണീക്ക് ആയിട്ട് 3 ഡിഫറെന്റ് വാല്യൂസ് ആണ്. ആൻസർ എന്തായിരിക്കും? ആൻസർ 3 ആയിരിക്കും. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? -ω ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ മെട്രിക്സ് എ ഈക്വൽ ടു 2, 1, 1, 2, 3, 4, -1, -1, -2. മെട്രിക്സ് 3/3 മെട്രിക്സ് ആണ്. വൂസ് ഏഗൻ വാല്യൂസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ഏഗൻ വാല്യൂസ്? λ1, λ2, λ3 എന്താണ്? 1, -1, 3 ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ദെൻ ട്രേസ് ഓഫ് a³ - 3a² ആണ്. ട്രേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും a³ ഫൈൻഡ് ചെയ്ത് a² ഫൈൻഡ് ചെയ്ത് ഈ ആൻസർ ഫൈൻഡ് ചെയ്ത് ടൈം കളയരുത്. ഇത് ആക്ച്വലി എന്ത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്? പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ട്രേസ് ഓഫ് ദ മെട്രിക്സ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഈ a³ - 3a² എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് അറിയണം. നമുക്ക് വേണ്ടത് എന്താണ്? ട്രേസ് ഓഫ് a³ - 3a² ആണ് വേണ്ടുന്നത്. ഓക്കെ, അത് അറിയണമെങ്കിൽ എന്ത് വേണം? ഈ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് വേണം. അത് ഫൈൻഡ് ചെയ്യാൻ പാടാണ്. ദർഫോർ നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? ഈ മെട്രിക്സിന്റെ ട്രേസ് ഈസ് ഈക്വൽ ടു ഈ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് λ1 ഡാഷ്, λ2 ഡാഷ്, λ3 ഡാഷ് എന്ന് എടുക്കുന്നു. ആ ഏഗൻ വാല്യൂസിന്റെ എന്തായിരിക്കണം? സം ആയിരിക്കണം. ഇനി ഈ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസും ഒറിജിനൽ മെട്രിക്സ് എയുടെ ഏഗൻ വാല്യൂസ് തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എന്താണ്? എയുടെ ഏഗൻ വാല്യൂ λ1, λ2, λ3 ആണെങ്കിൽ കറസ്പോണ്ടിങ് a³ ഏഗൻ വാല്യൂ എന്തായിരിക്കും? λ1³ λ2³ λ3³ ആയിരിക്കും. ഓക്കെ, ഇനി a³ കിട്ടി. ഇനി 3a² ഏഗൻ വാല്യൂ എന്തായിരിക്കും? 3a² ആണ്. 3a² ഏഗൻ വാല്യൂ എന്തായിരിക്കും? λ1², λ2², λ3² ആയിരിക്കും. ഓൾറെഡി പറഞ്ഞു എയുടെ ഏഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ k ഇൻറ്റു എയുടെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? k ടൈംസ് ലാംഡ ആയിരിക്കും. ദർഫോർ 3 ഇൻറ്റു a² ഏഗൻ വാല്യൂ 3 λ1², 3 λ2², 3 λ3² ആയിരിക്കും. ദർഫോർ നമുക്ക് കളക്റ്റീവ് ആയിട്ട് പറയാം a³ - 3a² ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? ഇത് ഫൈൻഡ് ചെയ്തിട്ട് എഴുതാം. അങ്ങനെ കുറച്ചും കൂടി എന്താണ് തെറ്റിപ്പോകാണ്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. a³ ഏഗൻ വാല്യൂസ് ഈക്വൽ ടു 1³ - 1³ 3³ ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും? 1 - 1 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്തായിരിക്കും? 27 ആയിരിക്കും. ഇതിൽ ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. 3a² ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? 1 കറസ്പോണ്ടിങ് ടു എ ആണെങ്കിൽ എന്താണ്? a² കറസ്പോണ്ടിങ് ടു 1² ആയിരിക്കും. 3a² കറസ്പോണ്ടിങ് ടു എന്തായിരിക്കും? 3 ഇൻറ്റു 1² ആയിരിക്കും. 3 ഇൻറ്റു 1², 3 ഇൻറ്റു -1², 3 ഇൻറ്റു എന്തായിരിക്കും?
3 സ്ക്വയർ ആയിരിക്കും. അത് നമുക്ക് ആൻസർ എന്ത് കിട്ടും? ആൻസർ 3, -1 സ്ക്വയർ എന്തായിട്ട് മാറും? +1 ആയിട്ട് മാറും. അതും 3 കിട്ടും. 3 × 3 × 3 കിട്ടും. അത് എന്തായിട്ട് മാറും? 27 ആയിട്ട് മാറും. Therefore, a³ -3a² ഐഗൻ വാല്യൂ എന്തായിരിക്കും? എയുടെ ഐഗൻ വാല്യൂ λ1 ഉം ബിയുടെ ഐഗൻ വാല്യൂ λ2 ആണെങ്കിൽ a+bയുടെ ഐഗൻ വാല്യൂ എന്തായിരിക്കും? λ1 + λ2 ആയിരിക്കും. Therefore, a³ ഐഗൻ വാല്യൂ നമുക്ക് കിട്ടിയ എന്താണ്? 1 - 1 27 ആണ്. 1 - 1 27 ആണ്. 3a² ഐഗൻ വാല്യൂസ് എന്താണ്? 3 3 27 ആണ്. Therefore, ഇവിടെ a+bക്ക് വരെ a മൈനസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. Therefore, ഈ a³ -3a² ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? 1 - 3 = -2, -1 - 3 = -4, 27 - 27 = 0. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. Therefore നമുക്ക് പറയാം, നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്തു? a³ -3a² λ1 ഡാഷ് λ2 ഡാഷ് λ3 ഡാഷ് കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ടുന്നത് ട്രേസ് ഓഫ് ദ മെട്രിക്സ് ആണ്. Therefore, ട്രേസ് ഓഫ് ദ മെട്രിക്സ് എന്തായിരിക്കും? ഈ ലാസ്റ്റ് കണ്ടുപിടിച്ച ഐഗൻ വാല്യൂസിന്റെ സം ആയിരിക്കും. Therefore, ട്രേസ് ഓഫ് മെട്രിക്സ് = ട്രേസ് ഓഫ് a³ -3a² = -2 + -4 + 0 = -6 ആയിരിക്കും ആൻസർ. ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. ഡൗട്ട് ഇല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് eigen വെക്ടർ ഈസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അതിന്റെ കോൺസെപ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും അറിഞ്ഞിരിക്കുക, ഒരു മെട്രിക്സില് എത്ര നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് eigen വാല്യൂസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് eigen വെക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എന്നോട് പറയാം, എത്ര നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് eigen വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നോ അത് കറസ്പോണ്ടിങ് എന്തായിരിക്കും? നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് eigen വെക്ടേഴ്സ് ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ബാക്കി എല്ലാ eigen വാല്യൂസും എന്തായിരിക്കും? eigen വെക്ടേഴ്സ് എന്തായിരിക്കും? ഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, എത്ര നമ്പർ ഓഫ് ഡിഫറെന്റ് eigen വാല്യൂസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് eigen വെക്ടേഴ്സ് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അന്നേരം ഈ തന്നിരിക്കുന്ന മെട്രിക്സില് eigen വാല്യൂസ് എന്തൊക്കെയാണ്? 2, 2 ആണ്. അതിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ് ഉള്ള ആരാണ്? 2 ആണ്. Therefore, ആൻസർ എന്തായിരിക്കും? ആൻസർ E ആയിരിക്കും. ഇല്ല, എനിക്കിപ്പോ പറ്റില്ല. അമ്മത് വായിക്കല്ലേ, അമ്മ അടുത്ത് പറയും. ഓഡിയോ ഓൺ ആണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് eigen വാല്യൂസ് ഈക്വൽ ടു നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് eigen വെക്ടർ ആയിരിക്കും. ഓക്കെ, eigen വെക്ടേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെയിം ടൈപ്പ് മെട്രിക്സ് തന്നിട്ട് റാങ്ക് ചോദിച്ചിട്ടുണ്ട്. റാങ്ക് ചോദിക്കാറുണ്ട്, അതുപോലെ eigen വാല്യൂസും ചോദിക്കാറുണ്ട്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തോ ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റിൽ കാര്യമില്ല. ഈ മെട്രിക്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മെട്രിക്സിന്റെ പ്രത്യേകത ഈ ഫോർമാറ്റിൽ തന്നാല് ആ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഒറിജിനലി എല്ലാ എലമെന്റ്സും 1 ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെ കൂടെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെട്രിക്സ് കിട്ടും. ഓക്കെ, എല്ലാ എലമെന്റ്സും 1 ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെ കൂടെ ഐഡന്റിറ്റി മെട്രിക്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെട്രിക്സ് കിട്ടും. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് മാത്രമാണ്. ബാക്കി സെന്റൻസ് ഒന്നും നിങ്ങൾ വായിച്ചു നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇങ്ങനൊരു മെട്രിക്സ് തന്നാല് അതിന്റെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇനിഷ്യലി തന്നെ നമുക്ക് പറയാം, ഈ മെട്രിക്സിന്റെ ട്രേസ് എന്തായിരിക്കും? ഈ മെട്രിക്സിന്റെ ട്രേസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ടു 4 ആയിരിക്കും.
ഓക്കെ, ഇപ്പൊ ഒരു n/n മെട്രിക്സ് ആയിരുന്നെങ്കിലോ n ആയിരിക്കും ആൻസർ. 5/5 ആയിരുന്നെങ്കിൽ 5 ആയിരിക്കും. ഇനി ട്രേസ് ആണ് എനിക്ക് കിട്ടിയത്. ട്രേസ് ആക്ച്വലി എന്താണ്? ട്രേസ് ആക്ച്വലി സം ഓഫ് eigen വാല്യൂസ് ആണ്. λ1 പ്ലസ് λ2 പ്ലസ് λ3 പ്ലസ് λ4 ആണെന്ത് 4 എന്ന് പറയുന്ന എലമെന്റ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്കറിയാം, പ്രോഡക്റ്റ് ഓഫ് ദ eigen വാല്യൂസ് എന്തായിരിക്കും? ഈ 1 1 1 1 എന്ന് പറയുന്ന ആ ഒറിജിനൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആയിരിക്കും. ഓക്കെ, ആ മെട്രിക്സിന് എഴുതിയാല് ഓക്കെ, ഇതായിരുന്നു ആ മെട്രിക്സ്. ഇവിടെ എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്താല് നമുക്ക് ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എന്തായിരിക്കും ആ എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ? R2 implies R2 minus R1 എടുക്കുന്നു. R3 implies, ഞാൻ അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷനിൽ എഴുതുന്നു. R2 implies R2 minus R1, R3 implies R3 minus R1. Similarly, R4 implies R4 minus R1. Therefore, ഫൈനൽ മെട്രിക്സ് നമുക്ക് എന്ത് കിട്ടും? 1 1 1 1. ബാക്കി എല്ലാ എലമെന്റ്സും എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. Therefore, ഈ മെട്രിക്സിന് നമുക്ക് എന്തെന്ന് പറയാം? റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു, ഈ മെട്രിക്സിന്റെ റാങ്ക് എന്തായിരിക്കും? 1. അതെ, റാങ്ക് ഓഫ് മെട്രിക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരു മെട്രിക്സില് നോൺ സീറോ eigen വാല്യൂ ഈക്വൽ ടു നോൺ സീറോ eigen വാല്യൂ ഈക്വൽ ടു റാങ്ക് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോൺ സീറോ eigen വാല്യൂ ഈക്വൽ ടു എന്തായിരിക്കണം? റാങ്ക് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കണം. Therefore, ഇവിടുത്തെ റാങ്ക് 1 ആണ്. നോൺ സീറോ eigen വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. Therefore, ഔട്ട് ഓഫ് 4 eigen വാല്യൂസിൽ ഒരൊറ്റ eigen വാല്യൂ മാത്രം എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. പക്ഷെ സമ്മ് നമുക്ക് എന്ത് കിട്ടണം? 4 കിട്ടണം. Therefore നമുക്ക് പറയാം ഇവിടുത്തെ eigen വാല്യൂസ് എന്തായിരിക്കും? 4,0,0,0 ആയിരിക്കും. ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. സെയിം മെട്രിക്സ് എല്ലാ എലമെന്റ്സും 1 ആണെങ്കിൽ, n/n മെട്രിക്സ് ആണെങ്കിൽ അവിടുത്തെ eigen വാല്യൂസ് എന്തായിരിക്കും? ഫസ്റ്റ് eigen വാല്യൂ എന്തായിരിക്കും? ബാക്കി എല്ലാം എന്തായിരിക്കും? n-1 എലമെന്റ്സ് ഓഫ് സീറോസ് ആയിരിക്കും. n-1 സീറോസും ആയിരിക്കും. ഫസ്റ്റ് eigen വാല്യൂ മാത്രം എന്തായിരിക്കും? n ആയിരിക്കും. Therefore, ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. Therefore, ആ മെട്രിക്സിനെ ഞാൻ എന്തായിട്ട് എഴുതി? രണ്ട് മെട്രിക്സിന്റെ സം ആയിട്ട് എഴുതി. ഫസ്റ്റ് മെട്രിക്സിന്റെ eigen വാല്യൂ എന്താണ്? 4 0 0 0 ആണ്. രണ്ടാമത്തെ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആണ്. Therefore, അതിന്റെ eigen വാല്യൂ എന്തായിരിക്കും? 1, 1, 1 ആയിരിക്കും. Therefore, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത മെട്രിക്സിന്റെ eigen വാല്യൂസ് എന്തായിരിക്കും? എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ eigen വാല്യൂ ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ eigen വാല്യൂസും സെപ്പറേറ്റ്. 1 1 1. കേട്ടില്ല, എന്താണ്? 5 1 1. അങ്ങനെയാണ്. അതെ, താങ്ക് യു. 5 1 1 1 ആണ് എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഫുൾ മെട്രിക്സിന്റെ eigen വാല്യൂ. Therefore, ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 5. അതെ, 5 ആയിരിക്കും. കാരണം എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ eigen വാല്യൂസ് ആണെന്ത്? കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് λ1 λ2 λ3 λ4 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് കിട്ടും. Therefore, ഡിറ്റർമിനന്റ് ഈക്വൽ ടു ഓപ്ഷൻ ബി 5 ആയിരിക്കും. ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെ ഒരു മെട്രിക്സ് വന്നിട്ട് അതിന്റെ റാങ്ക് ചോദിക്കാം. എല്ലാ എലമെന്റ്സും 1 ആണ്, അല്ലെങ്കിൽ എല്ലാ എലമെന്റ്സും സെയിം ആണെങ്കിൽ, 1ന് പകരം എന്തോ ആയിക്കോട്ടെ, നോൺ സീറോ ആണെങ്കിൽ എന്തായാലും റാങ്ക് 1 ആയിരിക്കും. എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ റാങ്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? ഒരു മെട്രിക്സിന്റെ റാങ്ക് ഓഫ് ദ മെട്രിക്സും നോൺ സീറോ eigen വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു മെട്രിക്സില് ഒരു 4/4 മെട്രിക്സ് എന്നിരിക്കട്ടെ, അതിന്റെ റാങ്ക് 2 ആണെന്നിരിക്കട്ടെ. റാങ്ക് 2 ആണ്. ഒരു eigen വാല്യൂ 3ഉം ഒരു eigen വാല്യൂ 4ഉം ആണെങ്കിൽ ബാക്കി രണ്ട് eigen വാല്യൂസ് എന്തായിരിക്കും? 0,0 ആയിരിക്കും. ഓക്കെ, ചോദിച്ചോളൂ. എല്ലാ മെട്രിക്സിനും ഇങ്ങനെ തന്നെയായിരിക്കും റാങ്ക് എന്ന് പറയുന്നത്? അതിലെ നമ്പർ ഓഫ് നോൺ സീറോ eigen വാല്യൂസിന് ഈക്വൽ ആയിരിക്കും? അതെ, നമ്പർ ഓഫ് നോൺ സീറോ eigen വാല്യൂസും റാങ്കും സെയിം ആയിരിക്കും.
സ്ക്വയർ മെട്രിക്സിനല്ലേ ഐഗൺ വാല്യൂസ് ഉണ്ടാവുള്ളൂ? അതെ, സ്ക്വയർ മെട്രിക്സ്, ഇത് സ്ക്വയർ മെട്രിക്സിന്റെ കേസിൽ മാത്രമാണ്. അതെ, സ്ക്വയർ ഒരു സ്ക്വയർ മെട്രിക്സ് എടുത്താൽ ഓൾവേസ് ആ സ്ക്വയർ മെട്രിക്സിന്റെ റാങ്കും ആ സ്ക്വയർ മെട്രിക്സിന്റെ നമ്പർ ഓഫ് നോൺ സീറോ ഐഗൻ വാല്യൂസും സെയിം ആയിരിക്കും. റാങ്ക് സ്ക്വയർ മെട്രിക്സിന് മാത്രമല്ലല്ലോ, ഇല്ല, അല്ലാത്ത ഏത് മെട്രിക്സിന് മെട്രിക്സിനും റാങ്ക് എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, അന്നേരം ഇവിടുന്ന് നമുക്ക് കിട്ടി ഈ മെട്രിക്സിന്റെ റാങ്ക് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അത് തന്നെ ആയിരിക്കും നോൺ സീറോ ഐഗൻ വാല്യൂ. ദെർഫോർ നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നാൽ അതിന്റെ ഐഗൻ വാല്യൂ ഈക്വൽ ടു എന്തായിരിക്കും? സം ഓഫ് ഡയഗണൽ എലമെന്റ് ആയിരിക്കും ഫസ്റ്റ് ഐഗൻ വാല്യൂ, ബാക്കി എല്ലാ ഐഗൻ വാല്യൂസും 0 ആയിരിക്കും. അപ്പം 5 റോയും 5 കോളംസും ആയിരുന്നെങ്കിൽ അതിന്റെ ഐഗൻ വാല്യൂസ് എന്താകുമായിരുന്നു? 5,0,0,0 ആകുമായിരുന്നു. 6/6 ആയിരുന്നെങ്കിലോ 6, ബാക്കിയെല്ലാം 0 ആകുമായിരുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു? എ എന്ന് പറയുന്ന മെട്രിക്സിന്റെയും ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെയും സെപ്പറേറ്റ് ഐഗൻ വാല്യൂസ് അറിയാമെങ്കിൽ ആ സം ഓഫ് മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? ഓരോ ഐഗൻ വാല്യൂസിന്റെയും സം ആയിരിക്കും. ദെർഫോർ ഫൈനൽ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് നമുക്ക് കിട്ടി. ദെർഫോർ ഒറിജിനൽ മെട്രിക്സിനെയാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്തത്. ആ ഒറിജിനൽ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ ആണെന്ത്? 5,1,1,1. ദെർഫോർ അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്തായിരിക്കും? 5 × 1 × 1 × 1 ആയിരിക്കും. സെയിം ക്വസ്റ്റ്യൻ റേസ് ചോദിച്ചാൽ ആൻസർ എന്തായിരിക്കും? 8 ആയിരിക്കും. 5 + 1 + 1 + 1 ആയിരിക്കും. ഓക്കെ, ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നില്ല, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം, കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഇക്വേഷൻ 2 - 2 1 - 1 x1 x2 0 0 has no solution, only one solution, non-zero unique solution, multiple solution. നോ സൊല്യൂഷൻ ഒരിക്കലും വരത്തില്ല. കാരണം എന്താണ്? ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് എന്തായിരിക്കണം? ഒരു 0 കോളം മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ, ഓൺലി വൺ സൊല്യൂഷൻ വരാം, മൾട്ടിപ്പിൾ സൊല്യൂഷൻ വരാം. നോൺ സീറോ എന്ന് ഒരിക്കലും നമുക്ക് ഡയറക്ട്ലി പറയാൻ പറ്റില്ല. നോൺ സീറോ എന്ന് ഡയറക്ട്ലി പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. Ax = 0 എന്നാണ് എന്ത് ഇക്വേഷൻ? ഹോമോജീനിയസ് ഇക്വേഷൻ. ഈ ഹോമോജീനിയസ് ഇക്വേഷനിൽ 2 സൊല്യൂഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് 2 സൊല്യൂഷൻ? ഒന്ന് ട്രിവിയൽ സൊല്യൂഷൻ. സെക്കൻഡ് കേസ് എന്താണ്? നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വേരിയബിൾസും എന്തായിരിക്കണം? അതെ, 0 ആയിരിക്കണം. ആ പർട്ടിക്കുലർ കണ്ടീഷനിൽ ഡിറ്റർമിനന്റ് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. നോൺ ട്രിവിയൽ സൊല്യൂഷനിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ 2 കണ്ടീഷൻ മാത്രമാണ് ഹോമോജീനിയസ് ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് ചെക്ക് ചെയ്യാൻ എന്ത് മാത്രം നോക്കിയാൽ മതി? ഡിറ്റർമിനന്റ് ഓഫ് എ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണ്? 2 - 2 1 - 1 ആണ്, which is equal to 2 × -1 -1 × -2 equal to -2 + 2 equal to എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. Therefore സെക്കൻഡ് കേസ് ആണ്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ചോദിച്ചോളൂ. 2 - 2 1 - 1 അതിന്റെ റാങ്ക് 1 ആയിരിക്കുമല്ലോ. കാരണം അങ്ങനെയും ചെയ്തൂടെ? അതെ, അങ്ങനെയും പറയാം. കറക്റ്റ് ആണ്. റാങ്ക് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾ ആണെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. റാങ്ക് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾ ആണെങ്കിൽ ഇത് ഹോമോജീനിയസ് ഇക്വേഷൻ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ഓർത്തിരിക്കുക, റാങ്ക് ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു മെട്രിക്സിന് റാങ്ക് 5 എന്ന് തരാം. അവിടെ XY Z UV W 5 വേരിയബിൾസ് തരുന്നു. റാങ്ക് 4 എന്ന് തരുന്നു. 5/5 മെട്രിക്സിന് റാങ്ക് 4 എന്ന് തരുന്നു. ആ മെട്രിക്സിൽ 5 വേരിയബിൾസ് ഉണ്ടെങ്കിൽ റാങ്ക് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആയിരിക്കും. Therefore ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അതിനെ റിലേറ്റ് ചെയ്ത് വേറൊരു കോൺസെപ്റ്റ് കൂടെ പറയാം. ഒരു മെട്രിക്സിന്റെ റാങ്ക് ഒരു n/n മെട്രിക്സിന്റെ റാങ്ക്
ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 1 ആണെങ്കിൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 1 ആണെങ്കിൽ എന്തായാലും ഒരു eigen വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു eigen വാല്യൂ 0 ആയിരിക്കും. ഒരു eigen വാല്യൂ 0 ആയാലും പ്രോഡക്റ്റ് എടുക്കുമ്പം ഡിറ്റർമിനന്റ് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഡിറ്റർമിനന്റ് 0 ആയാൽ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്താണ് ഹോമോജനസ് കേസിൽ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. എന്നിട്ട് ഓർത്തിരിക്കുക, ഒരു മെട്രിക്സിന്റെ റാങ്ക് ഓഫ് എ ഈക്വൽ ടു n തന്നെ ആണെങ്കിൽ ഒരിക്കലും ലാംഡ വാല്യൂസ് എന്താകത്തില്ല? ഒരെണ്ണം പോലും 0 ആകത്തില്ല. എല്ലാം എന്തായിരിക്കും? നോൺ സീറോ വാല്യൂ ആയിരിക്കും. ഇനി റാങ്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 1 ആണെങ്കിൽ ഒരു eigen വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. n മൈനസ് 1 ആണെങ്കിൽ ഒരു eigen വാല്യൂ 0 ആയിരിക്കും. n മൈനസ് 2 ആണെങ്കിൽ രണ്ട് eigen വാല്യൂസ് 0 ആയിരിക്കും. ഇൻ ജനറൽ റാങ്ക് എന്താണോ അല്ലെങ്കിൽ എന്താണ് നോൺ സീറോ eigen വാല്യൂസ് എന്താണോ അത് തന്നെ ആയിരിക്കും റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, ഇവിടെ നമുക്ക് പറയാം ഓൾ eigen വാല്യൂസ് ആർ എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. ഓൾ eigen വാല്യൂസ് ആർ നോൺ സീറോ ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. റാങ്ക് ലെസ് ദാൻ ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണെങ്കിൽ എന്തായാലും അറ്റ്ലീസ്റ്റ് 1 eigen വാല്യൂ 0 ആയിരിക്കണം. റാങ്ക് ഈക്വൽ ടു ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണെങ്കിൽ എല്ലാ eigen വാല്യൂസും നോൺ സീറോ ആയിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ 3x3 റിയൽ സിമെട്രിക് മെട്രിക്സ് ആണ്. അതിന്റെ പേര് S എന്നാണ്. സച്ച് ദാറ്റ് two of its eigen values are A and B, where A and B not equal to 0. With respect to eigenvectors are x1, x2, x3, y1, y2, y3. ഈ മെട്രിക്സിൽ 3x3 മെട്രിക്സ് ആണ്. അതിലെ രണ്ട് eigen വാല്യൂസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ട് eigen വാല്യൂസ് എന്താണ്? നോൺ സീറോ ആണ്. നോൺ സീറോയ്ക്ക് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞ eigen വാല്യൂവിന് കറസ്പോണ്ടിങ് eigen വെക്ടർ x1, x2, x3 ആണ്. ബി എന്ന് പറഞ്ഞ eigen വാല്യൂസിന് കറസ്പോണ്ടിങ് eigen വെക്ടർ y1, y2, y3 ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി ദെൻ the sum of the product x1, y1, x2, y2 and x3, y3 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഒരു മെട്രിക്സിന്റെ eigen വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ എക്സെപ്ഷൻ അപ് ടു ലാംഡ n, ഒരു n/n മെട്രിക്സിന്റെ eigen വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ വേർ λ1 നോട്ട് ഈക്വൽ ടു λ2 നോട്ട് ഈക്വൽ ടു λ3 എക്സെട്ര നോട്ട് ഈക്വൽ ടു എന്താണ്? λn ആണ്. അങ്ങനെ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് eigen വെക്ടർ ഓർത്തോഗണൽ ആയിരിക്കും. ഓർത്തോഗണൽ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓർത്തോഗണൽ എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, ഓർത്തോഗണൽ എന്ന് പറഞ്ഞാല് രണ്ട് വെക്ടർ v1 ആൻഡ് v2, ഇഫ് v1 ആൻഡ് v2 ഓർത്തോഗണൽ ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. രണ്ട് ടൈപ്പ് ഓഫ് വെക്ടർ പ്രോഡക്റ്റ് ഉണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് വെക്ടർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് v1 ഡോട്ട് v2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി മോഡുലസ് ഓഫ് v1 മൾട്ടിപ്ലൈഡ് വിത്ത് മോഡുലസ് ഓഫ് v2 മൾട്ടിപ്ലൈഡ് വിത്ത് കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് v1 ആൻഡ് v2 ആണ്. ഇത് അറിഞ്ഞില്ലേലും കുഴപ്പമില്ല. ഓക്കെ, അന്നേരം ഇത് ഓർത്തോഗണൽ ആണെങ്കിൽ തീറ്റ എന്തായിരിക്കണം? 90 ആയിരിക്കണം. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പെർപെൻഡിക്കുലർ എന്നല്ല ഫിസിക്കൽ മീനിങ്, പക്ഷെ അത് എന്തുപോലെ ആയിരിക്കും? പെർപെൻഡിക്കുലർ പോലെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു വെക്ടറിന്റെ എന്താണ് കോമ്പോണൻസ്, ഒരു വെക്ടറിന്റെ XYZ കോമ്പോണൻസ് ഒരിക്കലും രണ്ടാമത്തെ വെക്ടറുമായിട്ട് ഒരു റിലേഷൻ കാണത്തില്ല. ആ ടൈപ്പ് ഓഫ് വെക്ടറിനെ പറയുന്ന പേരാണ് എന്ത്? ഓർത്തോഗണൽ വെക്ടർ. അങ്ങനെ ഓർത്തോഗണൽ വെക്ടറിൽ തീറ്റ 90 ആയിരിക്കും. ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ് 90 ആയിരിക്കും. ദെർഫോർ cos 90 ഈക്വൽ ടു എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ഇഫ് ദ ടു വെക്ടേഴ്സ് ആർ ഓർത്തോഗണൽ ആണെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും.
ഓക്കെ, അതാണ് ഇതിന്റെ മീനിങ്. ഇവിടെ എ നോട്ട് ഈക്വൽ ടു ബി എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഏഗൻ വെക്ടേഴ്സ് എന്താണ്? ഡിസ്റ്റിങ്ക്ട് ആണ്. ദെർഫോർ ഈ രണ്ട് ഏഗൻ വെക്ടേഴ്സ് എന്തായിരിക്കണം? ഓർത്തോഗണൽ ആയിരിക്കണം. രണ്ട് ഏഗൻ വെക്ടേഴ്സും ഓർത്തോഗണൽ ആയിരിക്കണം. ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും ആണ് രണ്ട് വെക്ടർ എങ്കിൽ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ ആയിരിക്കും. ഒന്നുകൂടെ പറയാം, ക്യാപിറ്റൽ എക്സ് ആണ് ഒരു ഏഗൻ വെക്ടർ, ക്യാപിറ്റൽ വൈ ആണ് രണ്ടാമത്തെ ഏഗൻ വെക്ടർ എങ്കിൽ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ ആയിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? x1 x2 x3 മൾട്ടിപ്ലൈഡ് വിത്ത് y1 y2 y3 ആയിരിക്കും. അതെന്തായിട്ട് മാറും? x1 ഇൻറ്റു y1 പ്ലസ് x2 ഇൻറ്റു y2 പ്ലസ് x3 ഇൻറ്റു y3 ആയിട്ട് മാറും. ആ ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദെർഫോർ ആൻസർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി 0 ആയിരിക്കും ആൻസർ. സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കാം. അതായത് ഇതിന്റെ ആൻസർ ഓർത്തിരിക്കുക. x1 y1 പ്ലസ് x2 y2 പ്ലസ് x3 y3 എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ തന്നിരിക്കുന്നത് ആക്ച്വലി എന്താണ്? രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതണം നിർബന്ധമില്ല. വെക്ടർ കാൽക്കുലസിൽ ഓൾറെഡി നമുക്ക് കാൽക്കുലസ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. x1i പ്ലസ് x2j പ്ലസ് x3k ആണ് ഫസ്റ്റ് വെക്ടർ എന്നിരിക്കട്ടെ. അത് ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് y1i പ്ലസ് y2j പ്ലസ് y3k എന്തായിരിക്കും? i ഡോട്ട് i 0 ആയിട്ട് അല്ല 1 ആയിട്ട് മാറും. i ഡോട്ട് jയും i ഡോട്ട് kയും എന്തായിരിക്കും? 0 ആയിരിക്കും. സിമിലർലി j ഡോട്ട് iയും j ഡോട്ട് kയും 0 ആയിരിക്കും. k ഡോട്ട് iയും k ഡോട്ട് jയും 0 ആയിരിക്കും. സെയിം വെക്ടർ വരുമ്പോൾ മാത്രം ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ദെർഫോർ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? x1 x2 പ്ലസ് y1 y2 പ്ലസ് x1 x2 അല്ല x1 y1 പ്ലസ് x2 y2 പ്ലസ് x3 y3 ആയിരിക്കും ആൻസർ. അത് തന്നെ മെട്രിക്സിന്റെ ഫോർമാറ്റിൽ എഴുതുന്നതേ ഉള്ളൂ. മെട്രിക്സ് ആക്ച്വലി എന്താണ്? ഒരു വെക്ടർ ആണ്. ഇവിടെ ഏഗൻ വെക്ടർ ആണ് x1 x2 x3. കറസ്പോണ്ടിങ് അനന്തര ഏഗൻ വെക്ടർ ആണ് എന്ത്? y1 y2 y3. ഏഗൻ വെക്ടർ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു ഏത് ഫോർമാറ്റിലാണ്? ഫസ്റ്റ് വെക്ടറിന്റെ ട്രാൻസ്പോസ് മൾട്ടിപ്ലൈഡ് വിത്ത് സെക്കൻഡ് മെട്രിക്സ്. സെക്കൻഡ് എന്താണ്? ഏഗൻ വെക്ടർ ആണ്. Therefore, ഈ വാല്യൂ is equal to എന്തായിരിക്കും? ഓപ്ഷൻ ഡി 0 ആയിരിക്കും. ഇതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ട കോൺസെപ്റ്റ്. ഇഫ് ദ ഏഗൻ വാല്യൂസ് ആർ ഡിസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ ഡിഫറെന്റ്, ദെൻ ദ ഏഗൻ വെക്ടേഴ്സ് ആർ എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന് ആൻസർ നിങ്ങൾ തന്നെ പറയണം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ അബൌട്ട് എവരി n by n മെട്രിക്സ് വിത്ത് ഓൺലി റിയൽ ഏഗൻ വാല്യൂ? റിയൽ ഏഗൻ വാല്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് ദ ട്രേസ് ഓഫ് ദ മെട്രിക്സ് ഈസ് പോസിറ്റീവ് ആൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ഈസ് നെഗറ്റീവ്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഇറ്റ്സ് ഏഗൻ വാല്യൂസ് നെഗറ്റീവ്. സെക്കൻഡ് ഓപ്ഷൻ, if the trace of the matrix is positive, then all its eigenvalues are positive. Option C, if the determinant of the matrix is positive, then all its eigenvalues are positive. Option D, if the product of the trace and the determinant of the matrix is positive. Product of the trace, product of trace and determinant എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഓൾ ഇറ്റ്സ് ഏഗൻ വാല്യൂസ് ആർ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഏഗൻ വാല്യൂസ് എന്താകണമെന്ന്? പോസിറ്റീവ് ആകണമെന്ന്. ട്രേസും ഡിറ്റർമിനന്റും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ ഏഗൻ വാല്യൂസ് പോസിറ്റീവ് ആകണമെന്നാണ് ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഏതായിരിക്കും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? എ ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ എ ആയിരിക്കും. നമുക്ക് നോക്കാം. ട്രേസ് ഓഫ് ദ മെട്രിക്സ് ഈസ് പോസിറ്റീവ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഒരു 2x2 മെട്രിക്സ് എടുക്കാം. 2x2 മെട്രിക്സിന്റെ ട്രേസ് എന്തായിരിക്കും? സം ഓഫ് ഏഗൻ വാല്യൂസ് ആയിരിക്കും. അതെന്താണ്? പോസിറ്റീവ് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ഈസ് നെഗറ്റീവ്. λ1 λ2 എന്താണ്? നെഗറ്റീവ് ആണെന്ന്. ഓക്കെ, അത് അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ട്രേസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാല് രണ്ട് നമ്പറും പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എന്താകാം? പോസിറ്റീവ് ആകാം.
സ്മോളസ്റ്റ് നമ്പർ എന്താകാം? നെഗറ്റീവ് ആകാം. രണ്ട് രീതിയിലാണെങ്കിലും സം എടുക്കുമ്പോൾ എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. പ്രോഡക്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായാലും അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അന്നേരം പ്രോഡക്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാല് എന്തായാലും ഒരു എലമെന്റ് നെഗറ്റീവ് ആയിരിക്കണം. ഒരു എലമെന്റ് മാത്രം. ഇത് സെക്കൻഡ് കേസാണ്. 3/3 ആണെങ്കിൽ മൊത്തത്തിൽ മാറും. ഓക്കെ, അന്നേരം ഇവിടെ പ്രോഡക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഒരു എലമെന്റ് എന്തായിരിക്കണം? നെഗറ്റീവ് ആകണം. ഓക്കെ, ഇത് സമ്മ് പോസിറ്റീവ് ആയത് കൊണ്ട് എന്തായാലും എന്തായിരിക്കും? ലാർജസ്റ്റ് നമ്പർ പോസിറ്റീവ് ആയിരിക്കണം. എന്നിട്ട് ഇവിടെ നമുക്ക് പറയാം ഏതോ ഒരു നമ്പർ എന്തെന്ന് പറയാം? നെഗറ്റീവ് എന്ന് പറയാം. അത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ 3/3 മെട്രിക്സ് കൂടി നോക്കാം. λ1 + λ2 + λ3 എന്താണ്? പോസിറ്റീവ് ആണ്. λ1, λ2, λ3 നെഗറ്റീവ് വരണമെങ്കിൽ ഇവിടെ മൂന്നെണ്ണവും പോസിറ്റീവ്, മൂന്നിന്റെ സമ്മ് പോസിറ്റീവ് ആകണമെങ്കിൽ എന്താണ്? ഏതോ ഒരു ലാർജസ്റ്റ് നമ്പർ എന്തായിരിക്കണം? ബാക്കി രണ്ടിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അത് പോസിറ്റീവ് ആയിരിക്കണം. ഇനി പ്രോഡക്റ്റ് നെഗറ്റീവ് ആകണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ മൂന്നെണ്ണം എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. പക്ഷെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് മൂന്ന് എന്താകത്തില്ല? നെഗറ്റീവ് ആകത്തില്ല. കാരണം സം എന്താണ്? പോസിറ്റീവ് ആണ്. ദെർഫോർ നമുക്ക് ഈ രണ്ട് കൺക്ലൂഷനിൽ നിന്നും പറയാം പ്രോഡക്റ്റ് നെഗറ്റീവും സമ്മ് പോസിറ്റീവും വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ദെർഫോർ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ ട്രേസ് ഓഫ് ദ മെട്രിക്സ് പോസിറ്റീവ് എന്ന്, ദെൻ ദ eigen values ആർ പോസിറ്റീവ്. ഒരിക്കലും നിർബന്ധമില്ല. ഇപ്പൊ എക്സാമ്പിള് 0 0 0 0 ഇങ്ങനെ ഒരു മെട്രിക്സ് എടുക്കുന്നു. ഇതിന്റെ eigen വാല്യൂസിന്റെ സമ്മ് 0 + 1 എന്താണ്? 1 ആണ്. പക്ഷെ അതിന്റെ eigen വാല്യൂസ് പോസിറ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല. eigen വാല്യൂസ് ഇപ്പൊ എക്സാമ്പിള് -5 ആൻഡ് -2. ഓക്കെ, eigen വാല്യൂസ് +5 ആൻഡ് -2 എടുക്കുന്നു. അതിന് രണ്ടിന്റെയും കൂടെ സം എന്തായിരിക്കും? 3 ആയിരിക്കും. ആ 3 തന്നെ ആയിരിക്കും ആക്ച്വലി എന്ത് വരുന്നത്? ട്രേസസ് ഓഫ് ദ മെട്രിക്സ് വരുന്നത്. ഇവിടെ ട്രേസ് പോസിറ്റീവ് ആണ്, പക്ഷെ രണ്ട് eigen വാല്യൂസ് എന്തല്ല? പോസിറ്റീവ് അല്ല. therefore ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി റോങ് ആണ്. എല്ലാ കേസിലും അത് ഒരിക്കലും ഒബേ ചെയ്യത്തില്ല. ഇനി ഓപ്ഷൻ സി നോക്കിയാൽ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ഈസ് പോസിറ്റീവ്, ദെൻ ഓൾ ഇറ്റ്സ് eigen വാല്യൂസ് ആർ പോസിറ്റീവ്. ഇപ്പൊ എക്സാമ്പിള് ഒരു മെട്രിക്സ് -5 -4 0 0 എന്ന് എടുക്കുന്നു. ഇവിടുത്തെ eigen വാല്യൂസ് എന്താണ്? -5 -4 ആണ്. അവിടുത്തെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്താണ്? പ്രോഡക്റ്റ് ആണ്, 20 ആണ്. ഡിറ്റർമിനന്റ് പോസിറ്റീവ് ആണ്, പക്ഷെ eigen വാല്യൂസ് എന്താണ്? നെഗറ്റീവ് ആണ്. therefore ഓപ്ഷൻ സി എന്താണ്? റോങ് ആണ്. ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത്. therefore ഓപ്ഷൻ ഡി എന്താണ്? റോങ് ആണ്. therefore കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ തന്നെ പറയുക. ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ഓൾ ദ eigen values of the matrix given below are real, then the value of x ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും എക്സിന്റെ വാല്യൂ? The value of x for which all the eigen values of the matrix given below are real എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ eigen valuesഉം റിയൽ ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 5 + j ആണ്. 5 + j. ഓപ്ഷൻ എ എന്നാണ് പറഞ്ഞത്. സിമെട്രിക് മെട്രിക്സിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. സിമെട്രിക് മെട്രിക്സിന്റെ സിമെട്രിക് ഇതിന്റെ ട്രാൻസ്പോസ് ആക്ച്വലി എന്താണ്? 10x4 ആണ്. സെക്കൻഡ് റോ 5 + j 22 ആണ്. ലാസ്റ്റ് റോ എന്താണ്? 4 2 -10 ആണ്. ഓക്കെ, അത് വെച്ചിട്ടല്ലേ പറഞ്ഞത്? ഞാൻ അത് വെച്ചിട്ടാ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. അതല്ലാണ്ട് ഒരു എക്സ്ട്രാ ക്ലാസ്സിൽ ഞാൻ മിസ്സായ ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. ആ പ്രോപ്പർട്ടി ഒന്നുകൂടി ഞാൻ പറയാം. ഒരു മെട്രിക്സില് കോംപ്ലക്സ് നമ്പേഴ്സ് വന്നാല് ആ മെട്രിക്സിന്റെ കോൺജുഗേറ്റിന്റെ ട്രാൻസ്പോസ് എന്താണ് പറഞ്ഞത്? ഒരു മെട്രിക്സിന്റെ കോൺജുഗേറ്റിന്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു ഒറിജിനൽ മെട്രിക്സ് തന്നെ ആണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് പറയാം ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. ഇനി ഒരു മെട്രിക്സിന്റെ
കോൺജുഗേറ്റിന്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദ ഒറിജിനൽ മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സിന് നമുക്ക് പറയാം സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. കോംപ്ലക്സ് എലമെന്റ്സ് ആണെങ്കിൽ സിമെട്രിക് സ്ക്യൂ സിമെട്രിക്കിന് പകരം എന്തായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്? ഹെർമീഷ്യൻ ആൻഡ് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആയിരിക്കും. ഈ കേസിലും എല്ലാ ലാംഡ വാല്യൂസും എന്തായിരിക്കും? റിയൽ ആയിരിക്കും. ഹെർമീഷ്യൻ മെട്രിക്സിൽ എല്ലാ ലാംഡ വാല്യൂസും എന്തായിരിക്കും? റിയൽ ആയിരിക്കും. സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ കേസിൽ ലാംഡ വാല്യൂസ് either 0 അല്ലെങ്കിൽ എന്തായിരിക്കും? either 0 ഓർ എന്തായിരിക്കും? കോംപ്ലക്സ് ആയിരിക്കും. പ്യുവർ ഇമാജിനറി. അതെ, പ്യുവർ ഇമാജിനറി ആയിരിക്കും. താങ്ക് യു. പ്യുവർ ഇമാജിനറി ആയിരിക്കും. ഓക്കെ, അന്നേരം ഇവിടെ നോക്ക്, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് റിയൽ എന്നാണ്. ദെർഫോർ ഈ തന്നിരിക്കുന്ന മെട്രിക്സ് എന്തായിരിക്കണം? ഹെർമീഷ്യൻ മെട്രിക്സ് ആയിരിക്കണം. ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ മെട്രിക്സിന്റെ കോൺജുഗേറ്റിന്റെ ട്രാൻസ്പോസ് ആണ്. കോൺജുഗേറ്റ് ആണ്. ദെർഫോർ ഇവിടെ ഒറിജിനൽ മെട്രിക്സിന്റെ കോൺജുഗേറ്റ് എന്തായിട്ട് മാറും? 10 5 + j 5 - j ആയിട്ട് മാറും. ഇവിടെ 4 ആയിട്ട് മാറും. ഇത് എക്സ് റിയൽ നമ്പർ ആണ്, ഇത് 20 ആണ്. സോറി, എക്സ് റിയൽ നമ്പർ ആണെന്ന് നിർബന്ധമില്ല. ഞാൻ അതിന് എക്സ് കോൺജുഗേറ്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, എക്സ് കോൺജുഗേറ്റ് എന്ന് ഞാൻ എഴുതി, കാരണം ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 4 എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ദെർഫോർ അതിന് ഞാൻ എക്സ് കോൺജുഗേറ്റ് എന്ന് എഴുതി. 20 2 4 2 -10. ഓൾവേസ് റിയൽ നമ്പറിന്റെ കോൺജുഗേറ്റ് ആ സെയിം റിയൽ നമ്പർ തന്നെയായിരിക്കും. ദെർഫോർ കോൺജുഗേറ്റിന്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കും? കോൺജുഗേറ്റിന്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു 10 എക്സ് കോൺജുഗേറ്റ് 4 5 - j 5 - j 22 4 2 -10 ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഞാൻ എന്ത് ചെയ്തു? ഒറിജിനൽ മെട്രിക്സിന്റെ എന്താണ്? കോൺജുഗേറ്റ് എടുത്തു. ആ കോൺജുഗേറ്റിന്റെ എന്തെടുത്തു? ട്രാൻസ്പോസ് എടുത്തു. കോൺജുഗേറ്റിന്റെ ട്രാൻസ്പോസ് എടുത്തു. ദെർഫോർ നമുക്കറിയാം, ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് എടുത്താൽ ഈ വാല്യൂവും അതിന്റെ ഒറിജിനൽ വാല്യൂ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ദെർഫോർ എനിക്ക് എങ്ങനെ എഴുതാം? ഈ വാല്യൂ ഈക്വൽ ടു 10 ഒറിജിനൽ മെട്രിക്സ് 10 5 + j 4 എക്സ് 22 4 2 -10 എന്ന് എഴുതാം. ദെർഫോർ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എക്സ് കോൺജുഗേറ്റ് ഈക്വൽ ടു 5 + j ആയിരിക്കും. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 5 + j യുടെ കോൺജുഗേറ്റ് ആയിരിക്കും. കാരണം എക്സ് കോൺജുഗേറ്റ് ഹോൾ കോൺജുഗേറ്റ് ഈക്വൽ ടു എന്തായിരിക്കും? 5 + j കോൺജുഗേറ്റ് ആയിരിക്കും. റൈറ്റിലും ലെഫ്റ്റിലും കോൺജുഗേറ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 5 - j കിട്ടും. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. അന്നേരം ഈ ക്വസ്റ്റ്യൻ ഇത് ബൈഹാർട്ട് ചെയ്ത് മാത്രം ഓർത്തിരിക്കുക. റിയൽ എന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇവിടുത്തെ രണ്ട് എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ എലമെന്റ്സ് എന്താണ്? കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് ആയിരിക്കും ഇവിടുത്തെ നമ്പർ. ഇവിടുത്തെ നമ്പർ റിയൽ ആണെങ്കിൽ 5 ആയിരുന്നെങ്കിൽ ഇവിടുത്തെ നമ്പർ എന്തായിരിക്കും? 5 ആയിരിക്കും. അത് മാത്രം ഓർത്തിരിക്കുക. സിമിലർലി ഇവിടുത്തെ നമ്പർ റിയൽ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? സെയിം നമ്പർ ആയിരിക്കും. ഇവിടെ 4j ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കും? -4j ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ലീനിയർ ഓൾജിബ്രയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കോൺസെപ്റ്റ്. ഇതിനേക്കാളും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. പ്രീവിയസ് ഇയറിലെ PSC അതുപോലെ എന്താണ് ഡിഫറെന്റ് PSC എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.